പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാം ഊഴം കഠോരം തന്നെയാണ്. 450 460 സീറ്റ് ഒറ്റക്ക് നേടുമെന്ന് വീമ്പ് പറഞ്ഞ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള അഭിപ്രായ സർവേകൾ ഗോദി മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങളിൽ നടത്തിയതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ അഭിപ്രായ സർവേകൾ വോട്ടായി മാറില്ല എന്നുകൂടി BJPക്ക് തിരിച്ചറിയേണ്ടി വന്ന ഒരു സാഹചര്യവും കൂടിയായിരുന്നത്. പോരാത്തതിന് കൂടെ ഉണ്ടായിരുന്ന NDA സഖ്യത്തിൽ 300 കഷ്ടപ്പെട്ട് തികച്ചത് നമ്മൾ കണ്ടു. കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ BJP അധികാരത്തോട് അടുത്ത് നിൽക്കുമ്പോൾ കൂടെയുണ്ടായിരിക്കുന്ന NDA സഖ്യത്തിലുള്ള നിതീഷ് കുമാറിനെ പോലെയുള്ള, അതേപോലെ ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം എന്തായിരുന്നു റോൾ നിർവഹിക്കേണ്ടിയിരുന്ന ആ റോൾ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നുമല്ല, അന്ന് പ്രതിപക്ഷവും ഇവിടെയുള്ള മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്ത അഗ്നിവീർ പദ്ധതി പോലെയുള്ള RSSന് ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്നും ആയുധ പരിശീലനം ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണോ എന്ന് പോലും സംശയമുളവാക്കേണ്ടി വന്ന അഗ്നിവീർ പദ്ധതി പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത് പുനഃപരിശോധിക്കണമെന്നാണ് ഇപ്പോൾ നിതീഷ് കുമാറും അതേപോലെ തന്നെ ചന്ദ്രബാബു നായിഡും അവകാശപ്പെടുന്നത്. അതേപോലെ ന്യൂനപക്ഷ വിരുദ്ധനായ, മുസ്ലിം വിരോധിയായ അമിത്ഷയെ പോലെയുള്ള ആളുകളെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിൽ നിന്നും നീക്കണമെന്നും അടുത്ത മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി പദത്തിൽ ആഭ്യന്തരമന്ത്രി എന്നൊരു സ്ഥാനം അമിത്ഷയ്ക്ക് നൽകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും നമുക്ക് കാണാൻ സാധിക്കും. സത്യം പറയുകയാണെങ്കിൽ 2 പ്രതിസന്ധികളാണ് ഇന്ന് BJP നേരിട്ട് കൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രതിപക്ഷത്തെ ഭയപ്പെട്ടാൽ മതിയായിരുന്നെങ്കിൽ ഇന്ന് ഭരണപക്ഷത്തെ തന്നെ, സ്വന്തം ഘടകകക്ഷികളെ തന്നെ ഭയപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ചന്ദ്രബാബു നായിഡുവും അതേപോലെ നിതീഷ് കുമാറും എങ്ങനെ NDA സഖ്യത്തിലെത്തിയെന്ന് അവരുടെ പഴയകാല പത്രങ്ങളോടുള്ള, മാധ്യമങ്ങളോടുള്ള അഭിമുഖമെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. EDയും NIAയും CBIയും ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കി, ഭീഷണിയിലാക്കി, വരുതിയിലാക്കി കൊണ്ടുവന്നവരാണ് ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായ അത്തരം അനുഭവങ്ങൾ, പ്രയാസത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ അത്തരം അനുഭവങ്ങൾ അവർ കുറിച്ചിട്ട് വെച്ചിട്ടുണ്ടാവും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാണോ കൃത്യമായ ഒരു സാഹചര്യം കിട്ടുന്നത് ആ സമയത്ത് അത് എടുത്തു പ്രയോഗിക്കും എന്നും നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ പ്രതിപക്ഷത്തുണ്ടാവുന്ന ആളുകളും അത്തരത്തിൽ താനേറെ നോവിച്ചു വിട്ട, പരിഹസിച്ചു വിട്ട, ജയിലറയിൽ തള്ളിയ, അതേപോലെ തൻ്റെ അനുയായികൾ വെടിവെച്ച് കൊല്ലാൻ വരെ ശ്രമിച്ച ആളുകളാണ് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകളെ തീവ്രവാദിയും ഭീകരവാദിയും അതോടൊപ്പം തന്നെ വെടിവെച്ചും ജയിലിലടച്ചും തീർക്കാൻ ശ്രമിച്ച ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു. അതേപോലെ അസദുദ്ദീൻ ഉവൈസിയെ പോലും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് നേരെ വെടിവെപ്പ് നടത്തിയ ഒരു സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മഹുവ മൊയ്ത്രയെ പോലെയുള്ള ആളുകളെ വർഗീയവാദിയെ ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ഏറെക്കാലം പ്രതിപക്ഷത്തിരുന്ന് വെള്ളം കുടിപ്പിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര അടക്കമുള്ള ആളുകൾ ഈ ടേമിലെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാതിരിക്കാനുള്ള 18 അടവും പ്രയോഗിച്ചു. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന മഹുവ മൊയ്ത്രയെ പോലെയുള്ള ആളുകൾക്ക് കരുത്തു പകരാൻ മറ്റുള്ള ആളുകൾ കൂടി, ചന്ദ്രശേഖർ ആസാദിനെ പോലെ നട്ടല് വളക്കാത്ത ഭീം ആർമി നേതാവിനെ പോലെയുള്ള ആളുകൾ ഒറ്റക്ക് നിന്ന് മത്സരിച്ചു കൊണ്ടാണ് 1.5 ലക്ഷം ഭൂരിപക്ഷത്തിൽ കയറി വന്നിരിക്കുന്നത്. അതേപോലെ കാശ്മീരിൽ നിന്ന് വന്ന, കാശ്മീരിൻ്റെ പ്രത്യേക നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞ സമയത്ത് തീഹാർ ജയിലിലേക്ക് അനാഥമായി അനീതിയോടുകൂടി തള്ളപ്പെട്ട റാഷിദ് എഞ്ചിനീയറെ പോലെയുള്ള ആളുകളും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നത് അനുഭവ സമ്പത്തുള്ള ആളുകൾ അവരുടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ വെച്ചുകൊണ്ട് മോദിക്ക് മുന്നിൽ കൈചൂണ്ടി സംസാരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവും. എന്നാൽ മോദിയാവട്ടെ കഴിഞ്ഞ തവണ തൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന തനിക്ക് ഇടവും ബലവും കാവൽ നിന്ന ആളുകൾ, സ്മൃതി ഇറാനിയെ പോലെയുള്ള, അമിത്ഷയെ പോലെയുള്ള ആളുകൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് ചേർത്തിയ ഒരവസ്ഥയാണ്.
താൻ ഇത്രയും കാലം ഉപയോഗിച്ച പദപ്രയോഗങ്ങളായ വർഗീയത, തീവ്രവാദം, അതേപോലെ ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റം, പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റം, പൗരത്വം, NRC, CAA, ഏക സിവിൽ കോഡ്, അങ്ങനെ കണ്ട ഒരുപാട് പദപ്രയോഗങ്ങൾ, ദേശീയത, രാജ്യസുരക്ഷ, അങ്ങനെ കണ്ട ചായ വിറ്റ കഥ, അങ്ങനെ കണ്ട ഒരുപാട് കഥകൾ അസ്ഥാനത്തും സ്ഥാനത്തും ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത്തരം പദപ്രയോഗങ്ങൾ ഇനി മോദി സർക്കാർ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. പകരം അത്തരം വാക്കുകൾക്ക് പകരം ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പട്ടിണി, വിലക്കയറ്റം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ജനങ്ങളെ ബാധിക്കുന്ന പുതിയ വാക്കുകൾ കൂടി പ്രധാനമന്ത്രി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം UP-യിലും രാജസ്ഥാനിലും വർഗീയത പറഞ്ഞുകൊണ്ട് എങ്ങനെയാണോ അധികാരഭ്രഷ്ടുണ്ടായത്, അധികാരസ്ഥാനം നഷ്ടപ്പെട്ടത്, അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അധികാരസ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതേ അയോധ്യയിൽ, അതേ മണ്ഡലം, അയോധ്യ അടങ്ങുന്ന മണ്ഡലം പോലും നഷ്ടപ്പെട്ടു. UP-യിൽ പള്ളി പൊളിച്ചതും ക്ഷേത്രങ്ങൾ പൊളിച്ചതും ക്ഷേത്രങ്ങൾ നിർമ്മിച്ച കഥകളും പറഞ്ഞപ്പോൾ അവിടെ അധികാരം നഷ്ടപ്പെട്ടു. രാജസ്ഥാനിൽ മുസ്ലിങ്ങളെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ടും കോൺഗ്രസിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ചുകൊണ്ടും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റക്കാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയാണെന്നും അവർക്ക് കൂടുതൽ സന്താനമുള്ള ആളുകൾക്ക് കോൺഗ്രസ് രാജ്യത്തിൻ്റെ സമ്പത്ത്, ജനങ്ങളുടെ സ്വർണവും വെള്ളിയും കൊള്ളയടിച്ചുകൊണ്ട് അവർക്ക് നൽകുമെന്നൊക്കെ ഈ ഇലക്ഷൻ്റെ സമയത്ത് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തി. എന്നാൽ ഈ വിദ്വേഷങ്ങൾ നടത്തിയിടത്തൊക്കെ 8 നിലയിൽ പൊട്ടിയ ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരത്തെ ഉണ്ടായിരുന്ന ആവനാഴിയിലുണ്ടായിരുന്ന അമ്പുകളൊക്കെ മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു. 2004 കാലഘട്ടത്തിൽ വർഗീയ കലാപത്തിലൂടെയും വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും അതേപോലെ മറ്റ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിലൂടെയുമാണ് BJP അധികാരത്തിലേക്ക് വന്നതെങ്കിൽ, ഗുജറാത്തിനെ പിടിച്ച് കിട്ടിയതെങ്കിലും, ഗുജറാത്തിനെ കീഴ്പ്പെടുത്തിയതെങ്കിൽ ഇന്ന് അത്തരം സംഭവ വികാസങ്ങൾ BJPക്ക് ഭരണം നഷ്ടപ്പെടുന്ന ഒരു 2024-നെയാണ്. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഭരണഘടനയും ഇത്രമേൽ സുന്ദരമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വർഷം കൂടിയായിരുന്നു 2024 ജൂൺ മാസം. BJPയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ വെല്ലുവിളിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും വരുതിയിലാക്കിയ ആളുകളാകട്ടെ BJP എന്ന കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിട്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. തൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് കരുതി BJP തീറ്റിപ്പോറ്റിയ ആളുകൾ തൻ്റെ കുഞ്ഞുങ്ങളല്ല, ഇതൊക്കെ കുയിൽ മുട്ടയിട്ട് വിരിഞ്ഞതാണ് എന്ന് കൂടി തിരിച്ചറിയുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ NDA സഖ്യത്തെ പോലും അങ്ങേയറ്റം കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് BJP വന്നെത്തിയിരിക്കുന്നത്.